ഇത് അവസാനിപ്പിച്ചുവെങ്കിലും പെട്ടെന്നോടി പോകരുത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, നാളെ രാവിലെ 4 മണിയുടെ നമ്മുടെ പ്രാർത്ഥന ഹോംവർക്കായിട്ട് പിന്നെ 6, 7, 8, 9 അധ്യായങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വായിക്കാം. ഇന്നലത്തെയും ഇന്നത്തെയും ഈ ധ്യാനം മുഴുവനും യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. ഇന്നലത്തെ ഓൾറെഡി കാണാം. ഇന്നത്തെ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യും. നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് മിഡ് നൈറ്റ് ആകുമ്പോഴേക്കും കാണാം. തോമസ് പോൾ കൊടിയൻ എന്നാണ് എൻ്റെ ഈ യൂട്യൂബ് സൈറ്റിൽ. തോമസ് പോൾ കൊടിയൻ. ആ സൈറ്റിൽ കയറിയിട്ട് ആദ്യം കുറേ വീഡിയോകൾ കാണും. അതിലൊന്നും പോകരുത്. എൻ്റെ ടോപ്പിൽ ഒരു ചാനൽ കൊണ്ടുവന്നുണ്ട്, എൻ്റെ ഒരു പാസ്പോർട്ട് പടമൊക്കെ ആയിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇൻ ടു ദ ചാനൽ. ആ ചാനലിലും ഒരുപാട് വീഡിയോസ് കാണും. അതിലും പോകരുത്. അതിൻ്റെ മുകളിൽ പ്ലേലിസ്റ്റ്, ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ധ്യാനങ്ങളുടെയും ലിസ്റ്റാണ്. അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും സീറോ മലബാർ ഫൊറൈൻ ചർച്ച് ഡാലസ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കംപ്ലീറ്റ് ധ്യാനം ഓർഡറിൽ 1 ആഫ്റ്റർ അനദർ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അതിൻ്റെ ലിങ്ക് അയക്കാം. ഈ ധ്യാനത്തിൽ നമ്മളിപ്പോൾ വളരെ സംക്ഷിപ്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റിയിട്ടുള്ളൂ. എന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിന് ഈ പ്ലേലിസ്റ്റിൽ തന്നെ വേറെ ഒരുപാട് ധ്യാനങ്ങളുണ്ട്. ഇംഗ്ലീഷിലുള്ളതുണ്ട്, ജർമ്മൻ ഇംഗ്ലീഷുള്ളതുണ്ട്, ഫ്രഞ്ച് ഇംഗ്ലീഷുള്ളതുണ്ട്, മലയാളത്തിലുള്ള ധ്യാനം. ഐ വുഡ് റെക്കമെൻഡ് പാലായിലുള്ള റിട്രീറ്റ്. പാലായിൽ നടത്തിയ ഒരു ധ്യാനമുണ്ട്. തിരുവനന്തപുരത്ത് മലങ്കരക്കാർക്കായിട്ട് നടത്തിയേക്കുന്ന ധ്യാനമുണ്ട്. ഇൻറ്റിമസി റിട്രീറ്റ് 9 ഡേയ്സിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഓരോ ദിവസവും 1-2 എപ്പിസോഡ് വെച്ച് നിങ്ങൾ കാണുക. എന്നിട്ട് നോട്ട് കുറിച്ച് ഈ പ്രബോധനങ്ങളിൽ അതിനകത്ത് മറ്റൊരു ബ്യൂട്ടി സങ്കീർത്തനങ്ങളിലെ കാര്യമൊക്കെ പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങളിലാണ് ഈ കരുണയെക്കുറിച്ചുള്ള വളരെ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത്. ഈശോയെക്കുറിച്ച് തന്നെയുള്ള രഹസ്യങ്ങൾ. ഓരോ സങ്കീർത്തനവും, എല്ലാ സങ്കീർത്തനവും ഈശോ തന്നെ പാടിയിട്ടുള്ളതും ഈശോയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതുമാണെന്നുള്ള അർത്ഥത്തിൽ അത് നമ്മൾ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. പോകുന്നതിന് മുമ്പ് ധൃതി പിടിക്ക് പോകാൻ, ധൃതിയുള്ളവർ പോകാമല്ലെങ്കിൽ 1-2 പേര് വന്ന് ഇപ്പം ഇന്ന് കേട്ട കാര്യങ്ങളിൽ നിങ്ങളെ സ്പർശിച്ചത് എന്താണെന്ന് ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരിക്കും. ആ മൈക്ക് സ്റ്റാൻഡ് കൊണ്ടുവരാം. പ്ലീസ് കം.